بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد രണ്ടാമത്തെ ഹദീസാണ് അത്തുമഅനീനതു ബിഅഖ്ദാരില്ലാഹി തആല അല്ലാഹുവിൻ്റെ ഖദറിൽ മനസ്സിന് സമാധാനമുണ്ടാവുക. അഥവാ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളാണ് എന്നിൽ നടപ്പാകുന്നത്, അതല്ലാത്തൊന്നും എന്നിൽ നടപ്പാകുന്നില്ല എന്നുള്ളൊരു സമാധാനം. عن صهيب الرومي رضي الله عنه أن النبي صلى الله عليه وسلم قال عجبا لأمر المؤمن إن أمره كله خير وليس ذاك لأحد إلا للمؤمن إن أصابته سراء شكر فكان خيرا له وإن أصابته ضراء صبر فكان خيرا له. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം വളരെ അത്ഭുതമാണ്. റസൂല് ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്, അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. ഒരു മുഅ്മിനിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും ഖൈറിലാണ് അവസാനിക്കുന്നത്. അവൻ്റെ ജീവിതത്തിലെ എന്ത് സംഭവമാണെങ്കിലും അത് അവന് ഖൈറായിട്ടാണ് ഭവിക്കുന്നത്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരു വിശേഷണം അത് മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും കിട്ടുകയില്ല. ഈ ഒരു സൗഭാഗ്യം മുഅ്മിന് മാത്രമേ കിട്ടുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അവനക്ക് വെറുപ്പുള്ളതാണെങ്കിലും അവനക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും അവനെ സങ്കടപ്പെടുത്തുന്നതാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവന് ഖൈറാണ്. ഇത് മുഅ്മിന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തെ വിശദീകരിക്കണം. എങ്ങനെയാണ് അവന് ഖൈറാകുന്നത്? ഇപ്പോൾ ഒരു രോഗം വന്നാൽ അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. അവന് കൊല്ലാത്ത പ്രയാസം, മാനസിക സമ്മർദ്ദം ഉണ്ടായാൽ അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു, അവൻ ആഗ്രഹിച്ചത് ലഭിച്ചില്ല, അതൊക്കെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. കാരണം ഇൻ അസ്വാബതുഹു സറാഉ ശകറ, അവനക്കൊരു സന്തോഷമുള്ള കാര്യം ഉണ്ടായാൽ അവൻ ശുക്ർ ചെയ്യും, അള്ളാഹുവിനെ ശുക്ർ ചെയ്യും. അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ എന്താണ്? ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അധികരിപ്പിച്ചു തരും. ആ ആയത്തിൻ്റെ അവസാനം എന്താണ്? വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ ശുക്ർ കാണിക്കാതെ, നന്ദി കാണിക്കാതെ നിങ്ങൾ നിഷേധമാണ് കാണിച്ചതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായ ശിക്ഷയാണ്. അപ്പോൾ അവൻ ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ ആ കാര്യം എനിക്ക് ഖൈറായി. വഇൻ അസാബതുഹു ضراء, അവനക്ക് എന്തെങ്കിലും പ്രയാസമുള്ള കാര്യം ബാധിച്ചാൽ സ്വബറ, അവൻ ക്ഷമിക്കും. അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന രീതിയിൽ എന്ത് ചെയ്യും? ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അതും അവനിക്ക് ഖൈറാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായൊരു കാര്യം ഉണ്ടായാലും പ്രയാസം ഉണ്ടായ കാര്യമാണെങ്കിലും നമുക്കിത് ഖൈറാകുന്ന രീതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീത്തിൽ പഠിപ്പിച്ചത്. അപ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യും, അത് ഖൈറാണ്. പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കും, സബ്ർ ചെയ്യും, അതും ഖൈറാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا